പോവാൻ കഴിയാത്തത് ഇടതുപക്ഷം ഈ കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള അതിന്റെ വികസന അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ആ മാറ്റമാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. ഈ ലോകത്തിന് മാതൃകയായി ഇടതുപക്ഷ വികസന ബദൽ എന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ നാട്ടിൽ എന്താണ് സംഭവിക്കുക എന്നത് EMS മുതൽ പിണറായി വിജയൻ വരെ ഈ കേരളം ഭരിച്ച ഗവൺമെന്റുകൾ ഈ കേരളത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള ഇടതുപക്ഷ ഓൾട്ടർനേറ്റീവാണ് കേരളത്തിന്റെ വികസനം എന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ബദൽ വികസന കാഴ്ചപ്പാടും നമ്മൾ അവതരിപ്പിച്ചു. സർ, നാട്ടിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നാം സ്വീകരിച്ചത്. കേവലം വികസനം മാത്രമായിരുന്നില്ല, മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിത അന്തരീക്ഷം നാം ഉണ്ടാക്കി, മെച്ചപ്പെട്ട ഒരു സാംസ്കാരിക തല ഉണ്ടാക്കി, വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു. സാറ്, രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പൊ BJPയുടെ പ്രസിഡന്റായിട്ട് വന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ആഹ്ലാദം വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പ്രമോ, അതിന്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷം. ഒരു കാര്യം എന്താ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് വരികയാണ്. ഒരു പുതിയ തലത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ മാധ്യമങ്ങളും വിഭാഗവും സ്വീകരിക്കുന്ന കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയുണ്ട്. ആ ഇടതുപക്ഷ വിരുദ്ധത അവർ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ല, ഒരു പോസിറ്റീവായ വിമർശന രീതിയല്ല. കേരളത്തിലെ ബംഗാളിലെ ഗവൺമെന്റിന് ഒരു ഘട്ടത്തിൽ തകർത്തതുപോലെ ബംഗാളിലെ ഗവൺമെന്റിന് ഇല്ലാതിരുന്ന കുറ്റം ഉണ്ടായിരുന്നില്ല. SUCIക്കാർ ഞങ്ങളെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരികയാണ്. വളരെ വിചിത്രമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്? SUCI കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. സാർ, ഈ നാട്ടിലെ ജന്മിമാരുടെ മുന്നിൽ, മാടമ്പിമാരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലുള്ള ഏത് തരത്തിലുള്ള ഭീകരമായ മർദ്ദനങ്ങളെ ഈ നാട്ടിലെ തൊഴിലാളികളെ, കൃഷിക്കാരനെ അവൻ ആടുമാടുകളെ പോലെ പണിയെടുപ്പിച്ച് അവന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നപ്പോ ചെമ്പതാകയുമായി ഒറ്റയ്ക്ക് ആ ജന്മി മാടമ്പിമാരുടെ അവരുടെ എല്ലാ അധികാരത്തെയും ഭീകരമായ മർദ്ദനങ്ങളെ അതിജീവിച്ചാണ് ഈ ചെങ്കൊടിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വളർന്നത്. ഒരു പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളും നിഷേധിക്കില്ല സാർ. എന്നാൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്താണ് സാർ? വർദ്ധിപ്പിക്കാത്തതാണോ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വേതനം കൊടുക്കുന്ന സംസ്ഥാനമായിട്ടാണോ? എല്ലാ തൊഴിലാളികളുടെയും എല്ലാ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആശാ വർക്കർമാരെന്നത് നമ്മളെല്ലാം ആദരിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ സമൂഹത്തിലെ സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരെ ആദരിക്കാത്ത പഞ്ചായത്ത് ഏതാ ഉണ്ടാകുക? അവരെ ആദരിക്കാത്ത ജനപ്രതിനിധികൾ ആരാ ഉണ്ടാകുക? എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരം വെച്ച് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ തയ്യാറാവാതെ, അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലേക്ക് സ്കീം വർക്കർമാരുടെ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ നിങ്ങളും അധികാരത്തിൽ വരില്ലേ? നിങ്ങളും അധികാരത്തിൽ സ്വാഭാവികമായിട്ട് വരില്ലേ? സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഒരു സ്കീം വർക്കേഴ്സ് മാത്രമാണോ? നാളെ എല്ലാവരും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയല്ലേ വളരെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതൃത്വമാണ് അവരെല്ലാം. നാളെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ 40-60 നിന്ന് അവർ വിഡ്രോ ചെയ്ത് തുടങ്ങി. അവർ മെല്ലെ വിഡ്രോ ചെയ്യാണ്. ആ വിഡ്രോ ചെയ്താൽ ഇപ്പൊ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായല്ലോ. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ 14ഓളം ദേശീയ പാർട്ടികൾ പങ്കെടുത്തു. മണ്ഡല പുനർനിർണയത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ BJP നടപ്പിലാക്കുന്നത് അപകടകരമായ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും സാമ്പത്തികമായ ഭാരം സംസ്ഥാനങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്ന നിലപാടിലേക്കുമാണ് അവർ പോകുന്നത്. ആ പോകുന്ന ഘട്ടത്തിൽ കേരളം പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്നത് കൊണ്ട് അവരുടെ തലയിൽ ഇരിക്കട്ടെ ഇതല്ല എന്ന നിലയിൽ അങ്ങനെ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഗുണമാണോ എന്ന കാര്യം അവർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങ് SUCIയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. ദേശീയ തലത്തിൽ വലിയൊരു പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളാണ്. അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആദ്യ